നമസ്കാരം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കപ്പെട്ട് ഒരാഴ്ച കാലം ഇപ്പോൾ പിന്നിടുമ്പോൾ സംസ്ഥാനത്തെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയായ രാഷ്ട്രീയ ജനതാദൾ RJD തങ്ങൾക്കുണ്ടായ കനത്ത പരാജയം ഔദ്യോഗികമായി അംഗീകരിക്കാനായിട്ട് ഇനിയും തയ്യാറായിട്ടില്ല. കോൺഗ്രസുമായി ചേർന്ന് രൂപീകരിച്ച സഖ്യത്തിന്റെ പ്രചരണ റാലികളിൽ പങ്കെടുത്ത പതിനായിരക്കണക്കിന് സാധാരണ വോട്ടർമാരുടെ ആവേശകരമായിട്ടുള്ള പങ്കാളിത്തം വോട്ടെണ്ണൽ വേളയിൽ എവിടെ അപ്രത്യക്ഷമായി എന്ന ചോദ്യമാണ് പ്രതിപക്ഷ പാളയത്തിൽ നിന്നും ഇപ്പോൾ ശക്തമായിട്ടും ഉയർന്നു വരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയ നിരീക്ഷകർ ഏകകണ്ഠമായിട്ട് സമ്മതിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ജനപങ്കാളിത്തത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ റാലികളാണ് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. എന്നിട്ടും ഫലം പുറത്തു വന്നപ്പോൾ പ്രതിപക്ഷ സഖ്യത്തെ കാത്തിരുന്നത് വമ്പിച്ച പരാജയമായിരുന്നു. NDA സഖ്യം 150-ലധികം സീറ്റുകൾക്ക് ഭൂരിപക്ഷം നേടിയാണ് അധികാരം നിലനിർത്തിയത്. ഇത് അപ്രതീക്ഷിതവും അതോടൊപ്പം തന്നെ ആശങ്കാജനകവുമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് സൃഷ്ടിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം അട്ടിമറി സാധ്യതകളെക്കുറിച്ചും വോട്ടർ പട്ടികയിൽ വരുത്തിയ തീവ്ര പരിഷ്കരണ നടപടികൾ ഇന്ത്യ മുന്നണിക്ക് പ്രതികൂലമായി ഭവിച്ചോ എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഈ സംശയങ്ങൾക്കൊക്കെ തന്നെ ആധാരം തേടുമ്പോൾ അത് അന്തിമ വോട്ടർ വിശകലനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുന്നു. മഹാസഖ്യത്തിന്റെ വോട്ട് വിഹിതത്തിന്റെ ഗ്രാഫ് 2020-ലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറവ് രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, നേരിയ തോതിൽ അത് വർദ്ധിക്കുകയാണ് ചെയ്തത്. വോട്ട് വിഹിതം 38% ഉയർന്നെങ്കിലും വൻതോതിൽ സീറ്റുകൾ നഷ്ടമായത് ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ്. ഈ സാഹചര്യത്തിലാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണം ലക്ഷ്യമിട്ടുള്ള SIR എന്ന നടപടിക്രമത്തിന്റെ പ്രാധാന്യം ഇവിടെ പരിശോധിക്കേണ്ടതായിട്ട് വരുന്നത്. SIR പ്രക്രിയയുടെ ലക്ഷ്യം ഇന്ത്യ സഖ്യത്തിന്റെ പരാജയമായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സുപ്രധാന വാദങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതി സാക്ഷ്യം വഹിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാന സർക്കാരുകൾ പ്രതിനിധികളും ഒക്കെ തന്നെ കോടതിയിൽ എത്തിയിരുന്നു. എന്നാൽ ഇത്രയും നിർണായകമായ ഒരു പൊതു താൽപര്യ വിഷയത്തിൽ കോടതിയിൽ ഹാജരാകുവാനോ തങ്ങളുടെ ഔദ്യോഗിക നിലപാട് തുറന്നു സമ്മതിക്കുവാനോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല എന്നത് ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വിമുഖത അത് അവരുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതിനും ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ SIR പോലെയുള്ള നടപടികൾ ഉണ്ടാക്കിയ ഗുരുതരമായിട്ടുള്ള സംശയങ്ങൾ അത് കൂടുതൽ ശക്തമാക്കുന്നതിനുമൊക്കെ തന്നെ കാരണമായി മാറിയിട്ടുണ്ട്. മാത്രമല്ല, ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള കമ്മീഷൻ കോടതിയിൽ ഹാജരാകാത്തത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ തങ്ങളുടെ ഭാഗം വിലയിരുത്തുന്നതിൽ നിന്ന് തടസ്സമുണ്ടാക്കിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇടപെടലുകൾ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതായിരുന്നു. SIR പ്രക്രിയയുടെ ഭാഗമായിട്ട് വോട്ടർമാരെ വൻതോതിൽ ഒഴിവാക്കിയതായി കണ്ടെത്തിയ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4ലും വിജയം നേടിയത് NDA സഖ്യമാണ് എന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ അത് ഈ സംശയത്തെ തന്നെ ഇപ്പോൾ ബലപ്പെടുത്തുകയാണ്. ഉദാഹരണത്തിന് ഗോപാൽഗഞ്ചിലാകട്ടെ 56,793 പേരെ ഒഴിവാക്കി, പൂർണിയയിൽ 5,767 പേരെ ഒഴിവാക്കി, മോത്തിഹാരിയിൽ 49,747 പേരെ ഒഴിവാക്കി. ഈ മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി BJP ആണ് വിജയിച്ചത്. 4,326 പേരെ പുറന്തള്ളിയ കൂച്ചേക്കോട്ട് JDU വിജയം കണ്ടപ്പോൾ 42,940 പേരെ ഒഴിവാക്കിയ കിഷൻഗഞ്ചിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത്. വൻതോതിൽ വോട്ടർമാർ ഒഴിവാക്കപ്പെട്ട മണ്ഡലങ്ങളിലെ ഫലം കൃത്യമായി NDAക്ക് അനുകൂലമായത് SIR പ്രക്രിയയുടെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് ശക്തമായ തെളിവായി തന്നെ പ്രതിപക്ഷം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. സുപ്രീം കോടതിയുടെ വിചാരണ വേളയിൽ സംസ്ഥാന സർക്കാരുകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും കോടതിയിൽ എത്തി തങ്ങളുടെ വാദങ്ങൾ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ കമ്മീഷന്റെ അഭാവം കാരണം അവരുടെ ഭാഗം പൂർണ്ണമായി വിലയിരുത്താനായിട്ട് കോടതിക്ക് സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ വിഷയത്തിൽ കൂടുതൽ വിശദീകരണങ്ങളൊക്കെ തന്നെ നൽകണമെന്ന് സുപ്രീം കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കർശനമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കമ്മീഷന്റെ പ്രതികരണം ലഭിച്ച ശേഷം കൂടുതൽ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിർണായകമായിട്ടുള്ള കേസ് നവംബർ 26-ന് വീണ്ടും പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹാജരാകുമെന്നാണ് നിയമവൃത്തങ്ങൾ തന്നെ പ്രതീക്ഷിക്കുന്നത്. SIR നിർത്തിവെക്കാൻ ആകില്ലെന്ന് കോടതി അറിയിച്ചതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരുകളും പാർട്ടികളും നൽകിയ ഹർജികളിൽ സ്റ്റേ അനുവദിച്ചില്ലെങ്കിലും കൂടുതൽ വിശദമായിട്ടുള്ള വാദം കേൾക്കുന്നതിനായിട്ട് കേസ് മാറ്റിവെക്കുകയായിരുന്നു. കേസിന്റെ തുടർച്ചയായി ഹർജികൾ വിശദമായിട്ട് പരിഗണിക്കുന്നതിനായി വാദം 26-ലേക്ക് നീട്ടിവെച്ചതിന് പിന്നാലെ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കാനിരിക്കെയാണ് SIR പ്രക്രിയ നിർത്തിവെക്കാനായിട്ടാകില്ലെന്ന കോടതിയുടെ സുപ്രധാന പ്രസ്താവന വന്നിരിക്കുന്നത്. അതേസമയം തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുതാര്യത ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ നൽകിയ അപേക്ഷ അത് സുപ്രീം കോടതി അംഗീകരിച്ചതായിട്ട് കണക്കാക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നവംബർ 26-ന് കോടതിയിൽ ഹാജരായി തങ്ങളുടെ ഭാഗം വിശദീകരിക്കുമ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും.
മാത്രമല്ല വോട്ടവകാശ നിഷേധം പോലെയുള്ള വിഷയങ്ങൾ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് തന്നെ സുപ്രധാനമായതിനാൽ തന്നെ കോടതിയുടെ തുടർ നടപടികൾ രാഷ്ട്രീയമായി ഏറെ നിർണായകമാണ്.